നമ്മളിന്ന് പരിശോധിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും വിനയവും ഏറ്റവും ആൾക്കാരോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ നടന്മാരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള വിനയവും ഇതൊക്കെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഇന്ദ്രൻസ്. ഇന്ദ്രൻസിൻ്റെ പോലെ വിനയമുള്ള ഒരു നടൻ മലയാള സിനിമയിലില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിലും ഇദ്ദേഹം വളരെ സ്വീകാര്യനാണ്. അത്രയും പാവമാണെന്ന് പറയുന്നത്. അത്രയും ഒരു സിനിമാ നടൻ്റെ ഒരു ജാടയോ തലക്കനോ ഒന്നും അദ്ദേഹത്തിനില്ല. അന്ന് വലിയൊരു നടനുമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇന്ദ്രൻസ് ഇത് അഭിനയിക്കുന്നതാണോ, ഇങ്ങനെ പാവമായിട്ട് അഭിനയിക്കുന്നതാണോ, ജനങ്ങളുടെ ഇടയിലും നടന്മാരുടെ ഇടയിലും നടികളുടെ ഇടയിലും ഇദ്ദേഹം പാവമായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഒരാളുടെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെ അടുത്തും വിനയമായിട്ട് നിന്നാൽ വലിയ വലിയ ഈ കാട്ടാനകളുള്ള സ്ഥലമാണ് സിനിമാ ലോകം. പുലികൾ, കാട്ടാനകൾ, നമ്മുടെ ഈ ചാൻസ് പോലും തട്ടി കളയുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പോൾ അവരോടൊക്കെ വളരെ വിനയത്തിൽ നിന്നാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന പാരകൾ ഇല്ലാണ്ട് അങ്ങോട്ട് പോയിക്കോളും എന്നൊരു കാര്യം ഇന്ദ്രൻസ് ആദ്യമേ ടൈലറായി വന്ന കാലം തൊട്ടേ പഠിച്ചൊരു കൃഷിയാണ്. ആ കൃഷിന് ഇപ്പോൾ മൂപ്പർ ഇറക്കണമെന്ന് ആൾക്കാർ പറയണത്. എല്ലാവരോടും സ്നേഹമായിട്ട് നിൽക്കുക, എല്ലാവരും അടുത്ത് തൊഴുത് നിൽക്കുക. അപ്പോൾ അവർ പാര വയ്ക്കില്ല. അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷേ ഇന്ദ്രൻസിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല എന്ന് ഒരാൾ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം വലിയൊരു സ്കൂളിലേക്ക് ഇദ്ദേഹത്തിനെ ഒരു ഫംഗ്ഷന് വിളിച്ചു. അപ്പോൾ ഇയാൾ വരാമെന്നും പറഞ്ഞു. എല്ലാ എഗ്രിമെൻറ്റും കഴിഞ്ഞു, എല്ലാ പൈസയും അഡ്വാൻസ് മേടിച്ചു, എല്ലാം കഴിഞ്ഞ് ആ ദിവസമായി അടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വേറൊരു സിനിമയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരിത്തിരി നേരെങ്കിലും വന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, തന്നോടല്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. മാത്രമല്ല വളരെ രൂക്ഷമായി സംസാരിച്ച് അഡ്വാൻസ് വലിച്ചു എറിഞ്ഞിട്ട് കൊടുത്തു. അയാൾ ഇന്ദ്രൻസ് ഇതിന് പോയില്ല എന്ന് പറഞ്ഞു. ഇത് ശരിയോ നെറ്റോ നമുക്കറിയില്ല, പക്ഷേ ശരിയാവാനാ സാധ്യത. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ രണ്ട് മുഖം. ഇന്ദ്രൻസിനുണ്ട് രണ്ട് മുഖം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം വളരെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ തന്നെ വളരെ പാവണം. ചെറുപ്പം മുതലേ ഇന്ദ്രൻസിനെ ഞാൻ കാണുന്നതാണ്. അന്നും ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ വലിയൊരു നടനായി, ഇന്നും ഇയാളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇയാൾ അഭിനയിക്കുന്നതുമല്ല, ഇയാൾ ആരും പ്രീതി പിടിച്ചു പറ്റാനുമല്ല. അദ്ദേഹം കുനിയനായിട്ട് നിൽക്കുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ നാച്ചുറലാണെന്ന് പറയണത്. നമുക്കിതിൽ ഏത് വിശ്വസിക്കാണ്ടിരിക്കുന്നത് ഇപ്പോൾ ആകെ കൺഫ്യൂഷനായിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ദ്രൻസിനെ അടുത്തറിയണവരും ഒന്ന് കമൻ്റ് ഇടുക.